എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരാളിൻ്റെ ഒരു സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വീഡിയോ. ഈ കുണ്ടലിനി റൈസ് ആവുന്ന കാര്യത്തെപ്പറ്റിയായിരുന്നു സംശയം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സാറിൻ്റെ കുണ്ടലിനി റൈസ് ആയി എന്ന് സാറ് പറയുന്നുണ്ടല്ലോ, അതിന് ആധാരം എന്താണ്, അടിസ്ഥാനം എന്താണ്, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കുണ്ടലിനി ടീച്ചറല്ല. പക്ഷേ ദൈവയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരാളുടെ കുണ്ടലിനി ഉയർത്താനൊക്കെ എനിക്ക് സാധിക്കും, അത് വേറെ കാര്യം. ഞാനത് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. കാരണം ആളുകൾ അത്തരം ടോപ്പിക്കുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ എനിക്കങ്ങനെ ചെയ്യാനുള്ള സമയമില്ല. കാരണം ഒരുപാട് ഹീലിംഗ് വർക്കുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഫുള്ളായിട്ട് ഞാൻ ബിസിയാണ്. പലപ്പോഴും എൻ്റെ ഹീലിംഗൊക്കെ ചെയ്തിട്ട് ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക്, ഹയർ ലെവലിലേക്കുള്ള കാര്യത്തിലോട്ട് പോകാനുള്ള സമയങ്ങൾ ഇപ്പോൾ എനിക്ക് ഇല്ല. പക്ഷേ ഈ കുണ്ടലിനി അവേക്കണിങ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒറ്റ മറുപടിയുള്ളൂ. എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം, ഈ ഉപാസകന്മാരും അതുപോലുള്ള സാധനയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. കുണ്ടലിൽ നിന്ന് റൈസ് ആവാതെ, അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ വർഷങ്ങളോളം ഇത്തരം പ്രാക്ടീസായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ 56 വയസ്സ് ആയ സമയത്ത് ഞാൻ 25 വർഷമായി ഞാൻ ആത്മീയ പാതയിൽ വന്നിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ കുണ്ടലിനെ എങ്ങനെ റൈസാക്കാം എന്നുള്ളതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. സിമ്പിളാണ്. അതായത് നിങ്ങൾക്ക് നിഷ്കളങ്കമായൊരു ഭാവം നിങ്ങൾക്ക് വേണം. നിഷ്കളങ്കം എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായ? നിഷ്കളങ്കമായ ഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പറ്റി നമുക്കൊരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനേ പാടില്ല. സ്വാർത്ഥമായ ചിന്തകളൊന്നും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ഞാൻ തന്നെ ഉപയോഗിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആ ഭാവം നിങ്ങളുടെ ഉണ്ടാവരുത്. അത് അപ്പുറത്തേക്കുള്ള ആർക്കും കൂടിയും ഷെയർ ചെയ്ത് ഒരു ലഡു കിട്ടിക്കഴിഞ്ഞാൽ പകുതി നീ കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ ഉള്ളിൽ വേണം. അത് ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഉപാസകന്മാരായ ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്നെ ചിലരോടൊക്കെ ഭയങ്കര പുച്ഛമാണ് നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ഞാൻ പറയും, ഞാനിങ്ങനെ ഹീലിംഗ് വർക്കൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവർ വല്ലാത്ത ചിരിക്കും. ഞങ്ങളൊക്കെ മോക്ഷത്തിന് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളല്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ മറ്റുള്ളവരുടെ ദുരിതം മുഴുവൻ എടുത്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള മട്ടിലാണ് അവർ സംസാരിക്കുന്നത് തന്നെ. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് അറിയാതെയാണ് അവർ സംസാരിക്കുന്നത്. അത്ര എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് എനിക്ക് മോക്ഷത്തിലേക്കുള്ള ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ വേണ്ടി പറയുന്നതാണ്. എനിക്ക് മോക്ഷത്തിലേക്കുള്ള ആ ഒരു വാത തുറന്ന് നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ എൻ്റെ കുറേ കർമ്മങ്ങളുണ്ടായിരുന്ന കർമ്മങ്ങളൊക്കെ തീർന്ന് അവസാനിച്ച് വന്ന സമയത്ത് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. എന്നുവെച്ചാൽ നമുക്ക് കുടുംബപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ, കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. പിന്നെ ശത്രുബാധകൾ ഒത്തിരി ഉണ്ട്. നമ്മളറിയാത്ത ശത്രുക്കൾ ശല്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഏക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. ആരൊക്കെ എന്തെല്ലാം മാന്ത്രിക മാരണം ചെയ്താലും അതെല്ലാം തടുത്ത് ദേവി അതിനെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ദൗത്യം എന്നുള്ള രീതിയിൽ കൂടിയാണ് ഈ ഒരു മഹാകാളി ഹീലിംഗ് ദേവി തന്നേക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മുടെ എല്ലാ ചക്രാസും, 7 പ്രധാനപ്പെട്ട ചക്രാസും ശുദ്ധിയായിട്ട് വെക്കുക. ശുദ്ധിയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ നമ്മൾ ഓരോ ചക്ര ശുദ്ധീകരണ ചാൻറ്റുകളുണ്ട്, മറ്റേ ലം റം എന്നുള്ള ആ സൗണ്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് ചക്ര ശുദ്ധീകരണത്തിനുള്ള ഒരുപാട് പ്രാക്ടീസുകളും പഠിപ്പിക്കുന്ന ആൾക്കാർ ഇതെല്ലാം ചെയ്യും. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ചെയ്യും. ചിന്താഗതി മാറ്റില്ല. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വായിന്ന് വരുന്നത് ചിലപ്പോൾ വേറെ ഭാഷയായിരിക്കും. സഹസ്രനാമം ജപിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പത്തെ വീട്ടിലുള്ളവരായിട്ട് തെളിവിടിക്കാൻ പോകും. ഇവിടെയാണ് കുഴപ്പം. നമ്മൾ ഈ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഇതിനകത്തേക്ക് വരാൻ പാടില്ല. അതാലോചിക്കാം നിങ്ങൾ. അതൊന്നും ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾ സ്വയം നന്നാവാൻ തീരുമാനിച്ചാൽ, എന്ന് വെച്ചാൽ നന്നാകാൻ മീൻസ് നിങ്ങളുടെ ഉള്ളിൽ ഒരു കാരുണ്യം, ഏറ്റവും വലിയ കാര്യം കാരുണ്യം, മറ്റുള്ള ആൾക്കാരോടുള്ള കാരുണ്യം. പണ്ടൊക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് ഞാനൊക്കെ പണ്ട് ഇതുപോലെ തന്നെ ഈ പട്ടികളെയൊക്കെ, സ്ട്രീറ്റ് ഡോഗ്സിനെ കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുമായിരുന്നു. ഇതിനൊക്കെ മുമ്പ്, ഈ അവേക്കണിങ്ങിനൊക്കെ മുമ്പ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന 3 പട്ടികളുണ്ട്. 3-ൽ കൂടുതൽ പട്ടികളുണ്ട്. പക്ഷേ അവർ 3 പേരാണ് ഇവിടെ സ്ഥിരം വരുന്ന വിസിറ്റേഴ്സ്. അതിൽ ഒരെണ്ണത്തിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ചക്രവാണി എന്നാണ്, ഒരെണ്ണം ഭൈരവനാണ്, ഒരെണ്ണം പാർത്ഥൻ. എൻ്റെ 3 പട്ടികളുണ്ട്. ഇവർ 3 പേര് വീട്ടിൽ വരും, ഭക്ഷണം കഴിച്ച് ഇത്തിരി അവിടെ കിടക്കും, പോവും. അത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്.
അപ്പോൾ പക്ഷെ അവരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സഹോദരനെ കാണുന്ന ഒരു പ്രതീതിയാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേര് ചിരി വരണ്ടാവും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവർ കാണുമ്പോൾ ഒരു സ്നേഹം വഴിഞ്ഞ് ഒഴുകും ഇങ്ങനെ. അപ്പോൾ അതേപോലെ മറ്റുള്ള ആൾക്കാരെ കണ്ടാലും ഞാൻ തന്നെയാണ് നിങ്ങൾ, നിങ്ങൾ തന്നെയാണ് ഞാൻ. വണ്ണസ് എന്ന് പറയുന്ന സാധനം, ആ ഒരു ഫീൽ എൻ്റെ ഉള്ളിൽ എന്ന് വന്നു. ആ അവേക്കണിങ്ങിൻ്റെ ആ ഒരു അതിന് മുമ്പായിട്ട് തന്നെ ഈ സംഭവങ്ങൾ എനിക്ക് വന്നു തുടങ്ങി. അതിൻ്റെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയൊരു സമയമുണ്ട്. ഹാർട്ട് ചക്ര ഓപ്പൺ ആയപ്പോൾ ഒരുപാട് കരയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ കരയണതെന്ന്. കരയാത്ത മനുഷ്യനാണ് ഞാൻ ആക്ച്വലി. ഞാൻ ചെറുപ്പം മുതലേ കരയണ സ്വഭാവം എനിക്ക് ഒരു പ്രായം കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാത്തിനെയും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നേരിടുന്ന ഒരു സ്വഭാവം പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പെട്ടെന്ന് നമ്മളങ്ങനെ അടിമപ്പെട്ട് അങ്ങനെ പോകുന്നൊരു സ്വഭാവമല്ല എൻ്റെ. ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ആളുകൾ, മുറിവേൽപ്പിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ എല്ലാവരുടെയും ഫേസ് ഞാൻ കാണുന്നു. അതിങ്ങനെ വരുന്നു മാഞ്ഞു പോകുന്നു. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബോഡി ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഭാഗം എൻ്റെ ഈ ഹാർട്ട് ചക്ര അന്ന് മുതൽ ഓപ്പണായി. പിന്നെ ഭയങ്കര ലവ് എനർജിയാണ്. എൻ്റെ ശബ്ദത്തിനും ഒരു മാറ്റം വന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ശാന്തമായിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് സംസാരിക്കാനുള്ള ആ ഒരു സാധനം അതെങ്ങനെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞോട്ടാ. പണ്ടൊക്കെ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്നാണ് ഇവിടെ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞത്. ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് മാറിയല്ലോ, ഇതെങ്ങനെ മാറിയെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ഈ അവേക്കണിങ് വന്ന സമയത്തുണ്ടായ ഒരു ചേഞ്ചാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ടീച്ചറുടെ അടുത്ത് മീൻസ് അങ്ങനത്തെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് മന്ത്രദീക്ഷ എടുക്കുകയോ അല്ലെങ്കിൽ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ചിലർ പറയും നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്കൊന്നും ആത്മീയത ഇല്ല, പാവികളാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആൾ പച്ചയായിട്ട് ഞാൻ പറയും ഞാൻ നോൺ വെജ് കഴിക്കും. കാരണം എൻ്റെ വീട്ടിൽ പണ്ടേ മുതൽ നോൺ വെജാണ്. ഇടക്കാലത്തൊക്കെ ഞാൻ നിർത്താൻ നോക്കി, പക്ഷേ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് നിർത്തണത്? ഇത്ര കാലങ്ങളായിട്ട് കഴിച്ചിരുന്ന സാധനമല്ലേ, സെപ്പറേറ്റ് ആയിട്ട് പച്ചക്കറി ഒന്നും ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ അതെങ്കിൽ അപ്പോൾ നമ്മൾ ഓക്കെ ആയി. കാരണം പച്ചക്കറി കഴിച്ചുകൊണ്ട് മാത്രം ആത്മീയത ഉണരുമെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ നോൺ വെജ് കഴിച്ചുകൊണ്ട് ആത്മീയതക്ക് കുറവ് വരുമെന്നും അല്ലെങ്കിൽ അതുമില്ല. ഇതൊരു റീസണേ അല്ല. ഇതൊക്കെ അന്ധമായ വിശ്വാസങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമ്മളുടെ മാനസികമായ നമ്മുടെ വളർച്ച, ചക്രങ്ങളിലുള്ള ശുദ്ധീകരണങ്ങൾ, ചക്രാസ് ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ അനാവശ്യമായ ചിന്തകൾ, മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തകൾ, ആദികൾ, ടെൻഷനുകൾ, അത്തരം കാര്യങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കളയാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ഓക്കെ അല്ല. പിന്നെ വൈകാരികമായ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ല, റെഡി ആയിട്ടില്ല. അപ്പോൾ ഈ റെഡിയാവാത്ത ആൾക്കാർ ഈ അമിതമായ ഒരുപാട് സാധനമൊക്കെ ചെയ്യും. ആ സാധനങ്ങൾ നിങ്ങൾക്ക് കുറേ സാധനങ്ങളിൽ ലോഡായിട്ട് വരികയും ചെയ്യും. അതിനേക്കാളൊക്കെ നല്ലൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക. നിങ്ങൾ പോയിട്ട് കടപ്പുറത്തിരിക്കുക, ആ പുഴയുടെ സൈഡിൽ പോയിരിക്കുക, കാട്ടിൽ പോയിരിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വൈബ്രേഷനും അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് വേറെ എങ്ങനെയും കിട്ടില്ല. ഇത് അനുഭവസ്ഥനാണ് ഞാൻ, അതുകൊണ്ട് പറയുന്നതാണ്. അതായത് ചിലർ പറയും ഗുരു ഇല്ലാണ്ട് കുണ്ടലിനി ഉപാസന ചെയ്യരുത്, കുണ്ടലിനി ഉയർത്താൻ ശ്രമിക്കരുതെന്ന് പറയും. അത് ശരിയാണ്. കാരണം നമ്മൾ ഇത് റൈസായി വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ ചക്രാസ്, ഉദാഹരണത്തിന് നമ്മൾ കുണ്ടലിനി റൈസായി വരുമ്പോഴും നമ്മൾ ഈ 1, 2, 3 അങ്ങനെ ഓരോരോ ചക്രാസിൽ അതവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഉയർന്നു വരുന്ന കുണ്ടലിനി ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി കഴിയുമ്പോൾ ബോഡിയിൽ ഭയങ്കരമായ ഹീറ്റ്, അതുകൊണ്ടാണ് സാധനമാണ് ഹീറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഇംബാലൻസ് വരും, മാനസികമായ വൈകാരികമായ പ്രശ്നങ്ങൾ വരും, അമിതമായ ആസക്തികൾ വരും. ആസക്തി എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്, അതിനകത്ത് എല്ലാ ആസക്തികളും വരും. അത്തരം കാര്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ആസക്തിയിലോട്ട് പോണത്, അപ്പം നമുക്ക് അവിടെ ഇരിക്കട അല്ലെങ്കിൽ അത് ഇന്നതാടാ എന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണം. അതിനാണ് ഗുരുവിൻ്റെ ആവശ്യം. പക്ഷേ നിങ്ങളിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ഒരു ഉപാധി എന്താണ്, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ച് അത്തരം കാര്യങ്ങളോട്ട് പോവുകയാണെങ്കിൽ സ്വമേധയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കാനുള്ള നിഷ്കളങ്കമായ ഭാവത്തിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങിയെത്തി. നിഷ്കളങ്കമായ ഭാവം, ദേഷ്യം നിങ്ങൾ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കളയുക, വെടിയുക. ദുഃഖം പാടില്ല. ദുഃഖം ഒരാൾ എന്ത് കണ്ടാലും നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. സിമ്പതി ഉണ്ടാകാൻ പാടില്ല ഒരാളോടും, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കാരുണ്യമാകാം, ലവ് ആകാം, ഇതൊക്കെ വരാം. പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് നെഗറ്റീവായ എലിമെൻറ്റ്സ് കളയുക അനാവശ്യമായിട്ട്. അത് മാത്രമല്ല വേറെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആളുകളെയും സഹജീവികളെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്
ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ കുറേ അണ്ണന്മാരുണ്ട് ഇവിടെ. എവിടെയും കയറി എന്തും പറയാനുള്ള ഒരു പ്രവണത. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ എന്തെല്ലാം വൃത്തികെട്ട കമൻറ്റുകളാണ് ആൾക്കാർ ഇടുന്നത്. എവിടെയും കയറി കമൻ്റ് ഇടുക, തെറിയെല്ലാം പറയുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുഴപ്പം അല്ലേ? നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താണ് അവരുടെ പ്രശ്നം? അതായത് ഒരാളൊരു കാര്യം പറയുന്നു, ഉടനെ തന്നെ കയറി അത് അനുഭവിക്കാതെ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാതെയാണ് കമൻ്റ് ഇടുന്നത്, അറിഞ്ഞിട്ടല്ല കമൻ്റ് ഇടുന്നത്. അവിടെയാണ് കുഴപ്പം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവുക ഓരോരോ എലിമെൻറ്റുകൾ കളയാനുള്ളത്. എല്ലാത്തിനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കുക. ഒരു വേറൊരു സോളിനെ പ്രത്യേകിച്ച് അപ്പുറത്തേക്ക് നിന്ന ഒരാളാണ് പ്രതിപക്ഷ ബഹുമാനം, അല്ലെങ്കിൽ അയാൾ പറയുന്നത് കേൾക്കുക, അയാൾ പറയുന്നത് അംഗീകരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഓക്കെ എന്ന് പറയുക. അയാളുമായിട്ട് ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ ഏർപ്പെടാൻ പോരുത്. ആർഗ്യുമെൻ്റൊക്കെ ഭയങ്കരമായ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ കുണ്ടലിനി റൈസ് ആക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സാധനങ്ങളിലൂടെ മാത്രം പോയാൽ പോരാ. നിങ്ങളിലുള്ള നെഗറ്റീവ് എലിമെൻറ്റ്സ് എന്താണെന്ന് കണ്ടെത്തി അതിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയാം. ഇപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ടെക്നിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിരലുകൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക, അത് താഴേക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ റിലീസ് 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 9 പ്രാവശ്യം നിങ്ങൾ പറയുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 9 പ്രാവശ്യം വീണ്ടും പറയുക. അങ്ങനെ നിങ്ങൾ ഓരോ തവണ നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഉള്ള ആ നെഗറ്റീവ് എലിമെൻറ്റ് താഴേക്ക് അടിച്ചു തെറിച്ച് പോകും. അതാരാണ് നമ്മുടെ അടുത്ത് എടുക്കുന്നത്? അതാണ് നമ്മുടെ ഭൂമിദേവി. അപ്പോൾ ഭൂമിദേവിക്ക് അതിനുള്ള കഴിവുണ്ട്. ഭൂമിദേവി റെഡിയാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ദേവീദേവന്മാരും അല്ലെങ്കിൽ എല്ലാ അസെൻഡഡ് മാസ്റ്റേഴ്സും നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അവർ 2 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വരും. ഇതാണ് അനുഭവം. നിങ്ങൾ അത്തരം ആളുകളുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അവേക്കണിങ്ങിലേക്ക് പോവാം, മോക്ഷത്തിലേക്ക് പോവാം. ഇതാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. നിങ്ങളുടെ സമ്പ്രദായവും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കണ വേറെ രീതിയിലായിരിക്കും. എൻ്റെ മാത്രം അനുഭവമാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.